ഞാൻ നിങ്ങളുടെ മുമ്പിൽ എനിക്കൊരു ഡീറ്റെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ അറിയിപ്പിക്കാനൊരു കുറച്ച് ഇൻഫർമേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് ബിക്കോസ് ഓഫ് കൊറോണ വൈറസ്. അപ്പം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് സോഷ്യൽ ഗ്യാതറിങ്സും പബ്ലിക്ലി പോയിട്ട് കുറേ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല, ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഉള്ളൊരു കാര്യം, നമുക്ക് ഒരുപാട് വെഡ്ഡിങ്സ് വരുന്നുണ്ട് അല്ലേ. മേക്കപ്പ് ഫീൽഡിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ബ്യൂട്ടീഷ്യൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർ ആയാലും നമ്മൾ മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കാര്യങ്ങളാണ്. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലെൻലിനെസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും കൈ കഴുകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും സാനിറ്റൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറച്ച് സ്നീസ് ചെയ്യുന്ന കാര്യങ്ങൾ, കവർ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷെ വേറെ കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ വിവാഹം അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗവൺമെൻറ് റൂൾ പ്രകാരം ഒരുപാട് വലിയ വിവാഹങ്ങളൊന്നും വേണ്ട, മേക്ക് ഇറ്റ് വെരി ഇൻറ്റിമേറ്റ് എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ എല്ലായിടത്തും ബ്രൈഡിനെ ഒരുക്കണം. അപ്പം നമുക്ക് എല്ലാവർക്കും ബ്രൈഡ്സിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബ്യൂട്ടീഷ്യൻസ് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കാണും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ കസ്റ്റമർ ആയിക്കോട്ടെ, നിങ്ങളൊരു ബ്രൈഡ് ആയിക്കോട്ടെ, നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി ഈ സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൈ ക്ലീൻ ആയിരിക്കണം. ഫസ്റ്റ് കാര്യം, സാനിറ്റൈസ് യുവർ ഹാൻഡ്സ്, ക്ലീൻ യുവർ ഹാൻഡ്സ് റിയലി വെൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത്, ഇതിപ്പോൾ കൊറോണ വൈറസ് ഉണ്ടെന്നുള്ളത് സത്യം, പക്ഷെ അതില്ലെങ്കിൽ തന്നെ കുട്ടികൾ ചെയ്യുന്ന ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ഡിപ്പിംഗ് ആണ്, ക്രോസ് കണ്ടാമിനേഷൻ സാധനങ്ങൾ വെച്ചിട്ട്. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ലിപ്സ്റ്റിക് ആണെങ്കിൽ അങ്ങനെയോടെ എടുത്തങ്ങ് ലിപ്സ്റ്റിക് ഒരാൾക്ക് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ലിപ്പ് ലൈനർ ആണെങ്കിൽ അങ്ങനെയോടെ ഇട്ടങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് നിങ്ങൾ അത് ക്ലീൻ ചെയ്യുമോ ഷാർപ്പൺ ചെയ്യുമോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഐലൈനർ ആണെങ്കിലും ലിക്വിഡ് ഐലൈനർ എടുത്ത് നേരെ അങ്ങ് ഇട്ട് കൊടുക്കും. മസ്കാര ആണെങ്കിലും ഇട്ടിട്ട് അങ്ങ് മസ്കാര ഇട്ട് കൊടുക്കും. ഫൗണ്ടേഷൻ ആണെങ്കിലും അത് നിങ്ങളത് മര്യാദയ്ക്ക് ഇട്ട് കൊടുക്കും. സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നേരെ അങ്ങ് എടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കുന്നു. അത് ക്ലീൻലിനെസ് നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്തൊരു കാര്യം ഈ കൊറോണ വൈറസ് ടൈമിലായിക്കോട്ടെ അല്ലാണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ സമയത്താണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൽ ക്രോസ് കണ്ടാമിനേഷൻ ഒരിക്കലും വരരുതില്ല. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു രീതി, ആ ഒരു മെത്തേഡ് നിങ്ങൾ വളരെയധികം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരും. ഇപ്പം നിങ്ങൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സ് ഇടുന്നെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ ആർട്ടിസ്റ്റ് ആകുമ്പം ഈ ഒരു പാലറ്റ് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്പാച്ചുല എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, ഈ പാലറ്റ് ആദ്യം ആൽക്കഹോൾ വെച്ചിട്ട് സാനിറ്റൈസ് ചെയ്യണം. നിങ്ങളുടെ കൈ മാത്രമല്ല, നിങ്ങളുടെ ടൂൾസ് ആദ്യം നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യണം. ക്ലീൻ ബ്രഷസ് ഉപയോഗിക്കണം. നല്ലതായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്ത ബ്രഷസ് യൂസ് ചെയ്യണം. ഒരിക്കലും ഒരാൾക്ക് യൂസ് ചെയ്ത ബ്രഷ് വേറൊരാൾക്ക് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നന്നായിട്ട് ഇത് വെച്ചിട്ട് നല്ലതായിട്ട് ബേബി ഷാമ്പു വെച്ചിട്ട് നല്ലതായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുക, നന്നായിട്ട് ഉണക്കിയെടുക്കുക. അതിനുശേഷം നന്നായിട്ട് 99% ആൽക്കഹോൾ, നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടുന്നതാണ് 99% പ്യുവർ ആൽക്കഹോൾ. ഈ ആൽക്കഹോൾ വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്പാച്ചുല ആയിക്കോട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന പാലറ്റ് ആയിക്കോട്ടെ, അതും ആയാലും നിങ്ങൾ നന്നായിട്ട് ആൽക്കഹോൾ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. നിങ്ങളുടെ കൈയും ക്ലീൻ ആയിരിക്കണം, പാലറ്റ്സും ക്ലീൻ ആയിരിക്കണം. ഒരു സാധനം ഒരാൾക്ക് ഉപയോഗിച്ചിട്ട് നേരെ വേറൊരാൾക്ക് ഉപയോഗിക്കരുത്. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും അതിൽ നിന്ന് ചുരണ്ടി എടുക്കുക. പ്രോഡക്ട്സ് എടുത്ത് ഇതിലിട്ടതിന് ശേഷം മാത്രം മിക്സ് ചെയ്ത് ഇവിടുന്ന് ക്ലയന്റിന് ഉപയോഗിക്കുക. ഓക്കെ, ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ. ഐ ഷാഡോ ആയാലും നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ പൗഡർ പ്രോഡക്ട്സ്, ബ്ലഷ്, കോണ്ടൂർ, ഹൈലൈറ്റേഴ്സ്, ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ആൽക്കഹോൾ 99% ആൽക്കഹോൾ നിങ്ങൾക്ക് ഒരു കുപ്പിയിൽ നിങ്ങൾ എപ്പോഴും സ്പ്രേ ബോട്ടിൽ ക്യാരി ചെയ്യണം. അതൊന്ന് സ്പ്രേ ചെയ്തിട്ടേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കൈ ആയിക്കോട്ടെ, നിങ്ങളുടെ പാലറ്റ് ആയിക്കോട്ടെ, സ്പാച്ചുല ആയിക്കോട്ടെ, ഐ ഷാഡോസ് ആയിക്കോട്ടെ, എല്ലാം ഈ 99% ആൽക്കഹോൾ വെച്ച് നിങ്ങൾ സ്പ്രേ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ചില ആൾക്കാർ 70% ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ 70% ആണെങ്കിൽ കുറച്ച് ഡ്രൈ ചെയ്യാൻ സമയം പിടിക്കും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് നാളത്തെ വർക്കാണ് നിങ്ങൾക്ക് ചെയ്യാനാണെങ്കിൽ 70% ആൽക്കഹോൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ഡ്രൈ ആവണമെങ്കിൽ ട്രൈ ആൻഡ് യൂസ് 99% ആൽക്കഹോൾ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, വെൻ യു യൂസ് പെൻസിൽ, നിങ്ങൾ ലിപ്പ് ലൈനേഴ്സ്, നിങ്ങൾ അതുപോലെ തന്നെ ഐ ലൈനേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങൾ ഒരു ക്ലയന്റിന് യൂസ് ചെയ്തതിന് ശേഷം നന്നായി ഷാർപ്പൺ ചെയ്തിട്ട് ഈ ആൽക്കഹോൾ വെച്ച് സ്പ്രേ ചെയ്ത് വെക്കണം. അതിനുശേഷം മാത്രമേ വേറൊരു ക്ലയന്റിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ലിപ് ഗ്ലോസ് ആണെങ്കിൽ വരെ, ലിപ്സ്റ്റിക്സ്, ലിപ് ഗ്ലോസസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിന്റെ പുറത്ത് എടുത്തിട്ട് മാത്രം, ആ ആപ്ലിക്കേറ്റർ കൊണ്ട് ഇതിനകത്ത് ഇട്ടിട്ട് വേണം നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ലിക്വിഡ് ഐലൈനേഴ്സ് എടുത്തിട്ട് നമ്മൾ ക്ലയന്റിന് യൂസ് ചെയ്യില്ല. ലിക്വിഡ്
ഐലൈനേഴ്സ് വേണമെങ്കിൽ തന്നെ ആ ലിക്വിഡ് ഇതിലേക്ക് എടുത്തിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. നിങ്ങളുടെ കയ്യിൽ ഇപ്പം സ്കെച്ച് പെൻ പോലത്തെ ലൈനേഴ്സ് ആണെങ്കിൽ ഒരിക്കലും ഒരാൾക്ക് അത് യൂസ് ചെയ്യരുത്. നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് ആ കുട്ടിയുടെ അടുത്ത് എടുത്തുകൊണ്ട് പോകാൻ പറയുക, അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ആണ് നിങ്ങളുടെ കയ്യിൽ. സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ഇതുപോലെ തന്നെ സ്പാച്ചില കൊണ്ട് ചുരണ്ടി എടുത്തിട്ട് വേണം നിങ്ങളത് യൂസ് ചെയ്യാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം മസ്കാര. നിങ്ങൾക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള മസ്കാര വോണ്ടുകൾ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. മസ്കാര വോണ്ട് മേടിച്ചിട്ട് നിങ്ങൾ അത് വേണം ഒരു ക്ലയന്റിന് യൂസ് ചെയ്യാൻ. ഡബിൾ ഡിപ്പിംഗ് ഒരിക്കലും പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സാധനം എടുത്തു, ഓക്കെ, ഇതിനകത്ത് ഇട്ടു, പിന്നെയും നമ്മൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതെടുത്ത് പിന്നെയും നമ്മൾ ഉപയോഗിക്കില്ല. സ്കിന്നിൽ ഇത് തൊടില്ല രണ്ടാമത്തെ പ്രാവശ്യം. ഒരിക്കലും ഡബിൾ ഡിപ്പ് ചെയ്യില്ല. അപ്പൊ ക്രോസ് കണ്ടാമിനേഷൻ വരും. നിങ്ങൾ മേക്കപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഇടുക എന്ന് മാത്രമല്ല, അത് ഇടുന്ന ടെക്നിക്കും വളരെ ഇമ്പോർട്ടൻ്റ്. ആ ടെക്നിക്സ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ വളരെയധികം ശ്രദ്ധിക്കുന്ന കാര്യം, ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും ബ്യൂട്ടീഷ്യൻസിനും മാത്രമല്ല. നിങ്ങളിപ്പോൾ പോയി ഒരു കടയിൽ പോയിട്ട് നിങ്ങൾ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലിപ്സ്റ്റിക് മേടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐ ഷാഡോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ മേടിക്കണം. നിങ്ങൾ പോയിട്ട് വെറുതെ പോയി ആ ലിപ്സ്റ്റിക് അങ്ങ് ഇട്ട് നോക്കരുത്. ദാറ്റ് ഇസ് റിയലി റിയലി റോങ്. ഇറ്റ്സ് സോ അൺഹൈജീനിക്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു try and avoid using lipsticks. ഇന്നത്തെ കാലത്ത് കൊറോണ വൈറസ് ടൈമിൽ പോയി ലിപ്സ്റ്റിക്സ് ട്രൈ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ. പക്ഷെ എങ്ങാനും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ആൽക്കഹോൾ ക്യാരി ചെയ്യുക. സ്പ്രേ ഇറ്റ് ഓൺ ഇറ്റ്. ലിപ്സ്റ്റിക്സ് അവോയ്ഡ് ചെയ്യുക. ബട്ട് ഇഫ് യു വാണ്ട് എ ബ്ലഷ് ഓർ സംതിങ്, ജസ്റ്റ് സ്പ്രേ ആൽക്കഹോൾ. അല്ലെങ്കിൽ ആ ക്ലയൻസ് അവിടുത്തെ സ്റ്റാഫിനോട് തന്നെ ചോദിക്കുക, ജസ്റ്റ് സ്പ്രേ ദിസ് വിത്ത് ആൽക്കഹോൾ. എന്നിട്ട് മാത്രം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ആൻഡ് അവോയ്ഡ് ക്രോസ് കണ്ടാമിനേഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളിപ്പം നിങ്ങളൊരു ബ്രൈഡൽ കുട്ടി ആയിക്കോട്ടെ, നിങ്ങളുടെ വിവാഹം ഇപ്പോൾ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലൊക്കെ ആണെങ്കിലും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇത് ഫോളോ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് ഗ്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ അങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ, തിരിച്ച് ഡിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെരി അൺഹൈജീനിക്. അതൊന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ക്രോസ് കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യുക. ക്ലീൻ യുവർ ബ്രഷസ്, ക്ലീൻ യുവർ ടൂൾസ്, യൂസ് ഡിസ്പോസിബിൾസ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്ലീൻലിനെസ് എന്ന് പറയുന്നത്. ഇപ്പം ആരോഗ്യത്തിന് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. നോട്ട് ജസ്റ്റ് ബിക്കോസ് ദർ ഇസ് കൊറോണ വൈറസ്, ഇറ്റ്സ് ഓൾസോ ബിക്കോസ് നിങ്ങൾക്ക് ഒരു രീതിയിലും ഒരു തരത്തിലും ഇൻഫെക്ഷൻ ബാക്ടീരിയ സ്പ്രെഡ് വരാൻ പാടില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഇൻ ദിസ് എന്താ പറയുക ക്രിട്ടിക്കൽ ക്രൂഷ്യൽ ടൈം നമ്മുടെ രാജ്യത്തിലുള്ള ഈ ക്രിട്ടിക്കൽ ക്രൂഷ്യൽ ടൈമിൽ ഇത് വളരെയധികം നിങ്ങളും ആസ് കൺസ്യൂമേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആൻഡ് പീപ്പിൾ ഇൻ ദ ഫീൽഡ് ഇൻ ദ ഇൻഡസ്ട്രി ഷുഡ് ഓൾസോ ബി അവെയർ അബൌട്ട് ഇറ്റ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു മാസ്ക് ഇടണം. ഒരു സർജിക്കൽ മാസ്ക് ഇടുന്നതാണ് നല്ലത്. മാസ്കിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ വീഡിയോസ് നിങ്ങൾക്ക് കൊറോണ വൈറസിനെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. എങ്ങനെ മാസ്ക് ഇടണം എന്നുള്ളത് ഫുള്ള് നോസ് തൊട്ട് താഴെ വരെ കവർ ചെയ്യുന്ന രീതിയിൽ മാസ്ക് ഇടുക. ഒരു ഡിസ്പോസിബിൾ ആയിരിക്കണം മാസ്ക് യൂസ് ചെയ്യുമ്പോൾ. ഒരാൾക്ക് ഇന്ന് വർക്ക് ശരിക്കും 6 hours ആണ് സാധാരണ ഇടാൻ പാടുള്ളൂ. അത് ഇട്ടതിന് ശേഷം നിങ്ങൾ പിറ്റേ ദിവസം നാളത്തേക്ക് വർക്ക് ഉണ്ടെങ്കിൽ വേറൊരു മാസ്ക് തന്നെ യൂസ് ചെയ്ത് വേണം വർക്ക് ചെയ്യാൻ. അല്ലാണ്ട് ആ മാസ്ക് തന്നെ എടുത്ത് യൂസ് ചെയ്യരുത്. മാസ്ക് ഇടുക എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾ ഡ്രോപ്ലെറ്റ് ആയിട്ട് നമുക്ക് കണ്ടാമിനേഷനും ഡ്രോപ്ലെറ്റ് സ്പ്രെഡും വരാൻ പാടില്ല. ബിക്കോസ് കൊറോണ വൈറസ് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഡ്രോപ്ലെറ്റ് സ്പ്രെഡ് കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ ക്ലയന്റ് മുന്നിൽ മേക്കപ്പ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.